നമ്മൾ ഈ ഒരു ലോകകപ്പിൽ ചർച്ച ചെയ്യുന്നൊരു ഗ്രൂപ്പ് എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്തൊരു ഗ്രൂപ്പായിരുന്നു ഫ്രാൻസിൻ്റെയും നോർവേയുടെയും ഒക്കെ ഒരു ഗ്രൂപ്പ്. അതായത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഒരു യങ് സൂപ്പർ സ്റ്റാർസ് തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു മാച്ച് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്തൊരു ഒരു വേൾഡ് കപ്പ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ അതിനുള്ളൊരു അവസരം നോർവേയുടെ പരിശീലകൻ നമുക്ക് തന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നോർവേ ടീം അറിയാം 28 വർഷം എന്നുള്ളൊരു വലിയ ഗ്യാപ്പ്. 1998 കളിച്ചതിന് ശേഷം പിന്നീട് 2026 ലോകകപ്പിലാണ് അവർ യോഗ്യത നേടുന്നത്. ഇത്രയും വർഷത്തിന് ശേഷം അവർ വരുന്നു. ആ ടീമിൽ തന്നെ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹാലൻഡിനെ പോലെ, സോർലോത്തിനെ പോലെ, ഒഡെഗാർഡിനെ പോലെയുള്ള താരങ്ങളുണ്ട്. അവരുടെ ഈ ഒരു ഇതുവരെയുള്ള വേൾഡ് കപ്പ് പെർഫോമൻസ്, ഇന്നലെ വരെയുള്ള റൗണ്ട് ഓഫ് 32 വരെയുള്ള ഒരു പെർഫോമൻസ് എങ്ങനെ നമുക്ക് വിലയിരുത്താം? എന്താണ് അവരുടെ ഒരു സ്ട്രെങ്ത്? എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മൾ നോർവേ എന്നുള്ളത് നമ്മൾ പുറം ലോകത്ത് അങ്ങനെ ഹാലൻഡിൻ്റെ നോർവേ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ആ ടീം ഹാലൻഡ് അല്ല. ആ ടീം ഒരു എന്താ പറയുക, ഒരു മികച്ച 11 തന്നെയാണ് ആ ടീമിനുള്ളത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒഡെഗാർഡ് സോർലോത്തായാലും നമ്മളെ ബോബ്, സിറ്റിയുടെ അക്കാഡമിയിലുണ്ട് ഓസ്കാർ ബോബ്, മൊത്തത്തിലൊരു പക്ക ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ഒരു ഡിസിപ്ലിൻഡ് സ്ക്വാഡാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒക്കെ വെച്ചിട്ട് ഐവറി കോസ്റ്റിന് ശരിക്കും ഓവർകം ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവരുടെ ആ ഒരു എക്സ്ട്രാ പേസും ഇതൊക്കെ വെച്ച്. പക്ഷേ ഇവർ വളരെ ഡിസിപ്ലിൻഡായി നിന്ന് നല്ല കളിയായിരുന്നു, നല്ല ഒരു നെക്ക് ടു നെക്ക് ഗെയിമായിരുന്നു. അപ്പോൾ അവർ അത് വളരെ ടാക്ടിക്കലി അവർ ഐവറി കോസ്റ്റിൻ്റെ ഇതൊക്കെ ചെയ്ത് അവർക്കൊരു ചാൻസ് കിട്ടി. സത്യം പറഞ്ഞാൽ ഇന്നലെ ഹാലൻഡ് ഗോൾ അടിച്ചു എന്നല്ലാതെ ഹാലൻഡിൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്നലെ വളരെ കുറവായിരുന്നു. അതായത് ഫൈനൽ തേർഡിൽ ടച്ചുകൾ പലപ്പോഴും ഇല്ലായിരുന്നു. എതിർ ബോക്സിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടച്ച് താരം സ്വന്തം ബോക്സാണ് പലപ്പോഴും ഹാലൻഡ് എടുത്ത്. പിന്നെ ഒരു സ്ട്രൈക്കറുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും അതാണ്. ഇപ്പോൾ ഈവൻ ഒരു വേസ്റ്റ് ഗെയിം വരുന്ന ദിവസവും ആ ഒരൊറ്റ ചാൻസിൽ ഗോളാക്കി ടീമിനെ ജയിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ട്രൈക്കറുടെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നോർവേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് ബ്രസീലാണ്. അപ്പോൾ അതിലും എന്തായാലും ബ്രസീലിന് ഇതേപോലെ ജപ്പാനോട് പറഞ്ഞ പോലെ തന്നെ ബ്രസീലിന് ഒരിക്കലും ഈസി ആയിരിക്കുമല്ലേ നോർവേ. പക്ഷേ നമ്മളെ മൊത്തത്തിൽ കളി നോക്കുമ്പം ബ്രസീലിന് ഈ നോർവേനെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത് ഇപ്പം ബ്രസീലിനുണ്ട്. പക്ഷേ എന്തായാലും ഈസി ആയിരിക്കുമല്ലോ കളി. നോർവേ ഇതേപോലെ വളരെ നോർവേൻ്റെ നമ്മൾ ഈ സീസൺ മൊത്തമുള്ള ഈ വേൾഡ് കപ്പ് മൊത്തമുള്ള കളി ശ്രദ്ധിച്ചാൽ നമ്മൾ വളരെ ടാക്റ്റിക്കലാണ്. ഓരോ ടീമിനെതിരെ എന്താണോ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടീമിൽ അവർ ഭയങ്കര അറ്റാക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഗെയിമൊക്കെ കളിച്ചത്. പക്ഷേ നമ്മൾ ഐവറി കോസ്റ്റിനെതിരെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരുന്നു. പക്ഷേ കറക്റ്റ് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ഒരു 2 ചാൻസ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രസീലും ഇതേപോലെ ജപ്പാനോട് പോലെ തന്നെ ഒരു പക്ഷേ നല്ലൊരു ഈക്വൽ മാച്ചായിരിക്കും. പക്ഷേ ബ്രസീൽ ഓവർകം ചെയ്യാനാണ് ചാൻസ് കാണുന്നത്. കാരണം ബ്രസീലിൻ്റെ ഇപ്പോൾ ഉള്ള ബ്രസീലിൻ്റെ ആ ഒരു സ്പിരിറ്റും അവരുടെ ഒരു ഫോമും ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ നോർവേ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഹാലൻഡിനെ സംസാരിക്കണം. ഹാലൻഡിന് നല്ലൊരു ക്യാമ്പയിനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഗോള് ഭയങ്കര രസകരമാണ്. ആളാ ബോൾ ടച്ച് ചെയ്യുമ്പോൾ ആളെന്നെ ഇത് ഗോൾ പോസ്റ്റിലേക്ക് പോകുന്ന കണ്ട് ചിരിക്കുകയാണ്. കാരണം അതൊരു ആക്സിഡൻ്റൽ ഗോൾ എന്നുള്ള രീതിയിലാണ് ഹാലൻഡ് പോലും വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇതുവരെയുള്ള ഒരു ഹാലൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ട്. എല്ലാ മാച്ചിലും സ്വയം ഡോമിനേറ്റ് ചെയ്യുന്ന, താൻ കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ഓൺ ചെയ്യുന്ന, നമ്മൾ സിറ്റിയിലൊക്കെ കണ്ടിട്ടുള്ള, ഡോർട്ട്മുണ്ട് കണ്ടിട്ട് അതൊരു ഫിയേഴ്സി ഹാലൻഡ്, അതേ ടെമ്പോ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹാലൻഡിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിലെ ഒരു പ്രകടനത്തെ 100 വിലയിരുത്തുന്നത്? ഹാലൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹാലൻഡിനെ പോലത്തെ ഒരു സ്ട്രൈക്കിൽ നമ്മൾ അധികം ഒരു പ്ലേ മേക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഹാലൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലത്തെ ഒരു ഗോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആളുടെ ഒരു ബ്രില്യൻസ് അതിലില്ല. ഓസ്കാർ ബോബ് ഡിഫൻസിൻ്റെ ബാക്കിലൂടെ ആ സാധനം ഇട്ടു, ബർഗ് അങ്ങനെ അസിസ്റ്റ് കൊടുക്കുന്നു. ഹാലൻഡിന് സിമ്പിൾ ഡ്യൂട്ടിയാണ് അത് ഫിനിഷ് ചെയ്യുക. ആ ഒരു സാധനം തന്നെയാണ് ആൾ ഇനിയുള്ള വേൾഡ് കപ്പ്, ഇപ്പോൾ ഇതുവരെയുള്ള വേൾഡ് കപ്പ് പെർഫോമൻസ് ആളുകൾ കണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള വേൾഡ് കപ്പ് പെർഫോമൻസിലും ഹാലൻഡിൻ്റെ ആ ഒരു സാധനം മാത്രം നോർവേ എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റാർ സ്ട്രൈക്കർ പലപ്പോഴും പല ടീമിനും ഇപ്പോൾ ആബ്സെൻ്റ് ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലത്തെ ആ ഗോൾ തന്നെ ആൾ കറക്റ്റായിട്ട്, അതായത് ഒരു സ്ട്രൈക്കറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ഡിഫൻഡേഴ്സിൻ്റെ 2 ഡിഫൻഡേഴ്സിൻ്റെ ഉള്ള ആളെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നോ ആ ഒരു സംഭവം കറക്റ്റായിട്ട് വർക്ക് ആവും എന്നുള്ളതാണ്. അങ്ങനെ പ്ലേസ് ചെയ്യാൻ ഹാലൻഡിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരു ബോൾ വരുമ്പോൾ, റീബൗണ്ട് വരുമ്പോൾ അതിനെ അത് ഒരു ടച്ച് വരുത്താൻ നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് ഹാലൻഡ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു പെനാൽറ്റി ബോക്സിലോട്ടുള്ള ഒരു ഡയറക്റ്റ് അറ്റാക്കിങ്, ആ ഒരു 6 യാർഡ് ബോക്സിലോട്ടുള്ള ഡയറക്റ്റ് അറ്റാക്കിങ്, അത് ഹാലൻഡിന് ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹാലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹാലൻഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫിയർ ഫാക്ടർ ആണ് ഡിഫൻഡേഴ്സിന്. കാരണം ആ ഒരു നെയിം ഒരു അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഹാലൻഡ് എന്നുള്ളതൊരു. കാരണം 53 മാച്ചുകൾ 60ഓളം ഗോൾ ഇൻ്റർനാഷണൽ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പേര് അവിടെ എന്തുകൊണ്ടും ഡിഫൻഡേഴ്സിന് ഭയങ്കര ഫിയർ ഫാക്ടർ. എനിക്ക് തോന്നുന്നു നുസൈഡ് ആ ഫസ്റ്റ് ആ ഗോള് വന്ന തന്നെ അവിടെ പൊതുവേ ഐവറി കോസ്റ്റിന് ഇന്നലത്തെ പെർഫോമൻസ് എടുത്തു പറയുന്നത് ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു ഐവറി കോസ്റ്റ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഗതിക്കെതിരെയാണ്, അതായത് എന്താണോ ഗെയിം അതല്ല സ്കോർ ലൈൻ എന്നുള്ളതാണ്.
ആണ്. കാരണം അതിനനുസരിച്ചുള്ള ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എല്ലാം ഐവറി കോസ്റ്റ് എടുത്തു കഴിഞ്ഞു. അവരത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയണം. അപ്പോൾ ഐവറി കോസ്റ്റിൻ്റെ ഇന്നലത്തെ ഒരു ഡിഫെൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ആളുടെ ട്രാപ്പാണ് പലപ്പോഴും ഫ്ലാങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4-1-4-1 എന്നുള്ള ഫോർമേഷനിൽ ഒരു ഫുൾ ബാക്കും അതുപോലെ തന്നെ വൈഡിൽ കളിക്കുന്ന ഒരു വിങ്ങറും പിന്നെ അതുപോലെ തന്നെ മിഡ്ഫീൽഡറും ഒരുമിച്ച് ഫ്ലാങ്കിൽ ഈ ഓഡേഗാർഡിനെ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടത്. പക്ഷേ ആ ഒരു പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുമ്പം ഓഡേഗാർഡിലോട്ട് അവരുടെ കോൺസെൻട്രേഷൻ പോവുമായിരുന്നു. ആ ടൈമിലാണ് അവിടെ നുസ ഫ്രീ ആയി കിടക്കുന്നത്. അത് കൃത്യമായിട്ട് ആ ബോൾ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പൊതുവെ ഐവറി കോസ്റ്റ് ആ മാച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഡിഫൻഡർ പെട്ടെന്ന് റിയാക്ട് ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അത് റിയാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന പ്ലെയർ അവിടെ ബോക്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ നുസ അവിടെ സ്പേസ് ഇല്ല, പെട്ടെന്നൊരു പ്ലെയർ വന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ബോൾ ഡയറക്റ്റ് അങ്ങോട്ടാണ് പോവുക, എർലിംഗ് ഹാലൻഡാണ്. അപ്പോൾ ആൾ ടച്ച് ചെയ്തിട്ടുള്ള 37 മിനിറ്റ് ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ആളുടെ പ്രസൻസ് തന്നെ നോർവേക്ക് വലിയൊരു കരുത്താണെന്നുള്ളതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എർലിംഗ് ഹാലൻഡിനെ ഡിഫൻഡേഴ്സ് എല്ലാവരും പേടിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രീമിയർ ലീഗിൽ ഹാലൻഡിനെ പേടിക്കാതെ അല്ല ഹാലൻഡിനോട് ഇങ്ങനെ കൊമ്പ് കൊടുക്കുന്ന ഡിഫൻഡർ നമ്മൾ കണ്ടിട്ടുള്ളത് ഗബ്രിയലാണ്. ഈ ഗബ്രിയലും ഹാലൻഡും തമ്മിലാണ് ഇനി ഏറ്റുമുട്ടാനുള്ളത്. ഒരു കീ ബാറ്റിലായിരിക്കും. കാരണം ഹാലൻഡ് ഏതിലൂടെയാണോ ബ്രസീലിയൻ ബോക്സിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഗാർഡ് ചെയ്യാൻ പോകുന്നത് ഗബ്രിയലാണ്. അപ്പോൾ ആ ഒരു ഫേസ് ഓഫ് എങ്ങനെയായിരിക്കും നമുക്ക് കാണേണ്ടി വരാം? അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സിറ്റി ആർസണൽ മാച്ചുകളുടെ കാര്യമാണ്. പക്ഷേ സിറ്റി ആർസണൽ മാച്ചിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിഡ്ഫീൽഡ് ആർസണൽ മിഡ്ഫീൽഡിനേക്കാൾ ഡോമിനേറ്റ് ചെയ്ത് ഹാലൻഡിന് സ്ഥിരമായി ബോൾ എത്തിക്കുന്നവർ അപ്പോഴാണ് ഈ ഒരു ഫിയേഴ്സ് ബാറ്റിൽ വരുന്നത്. നമുക്കിപ്പം ഈ ഒരു വരാൻ പോകുന്ന കളിയിൽ അങ്ങനെ ഒരു ബാറ്റിലിന് ഹാലൻഡിന് എത്രത്തോളം ബോൾ എത്തിച്ച് കൊടുക്കുന്നുള്ളത് നമ്മൾ കാണണം. കാരണം സിറ്റിയുടെ ഒരു ടീമുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ബ്രസീലാണെങ്കിൽ ആർസണലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അതേപോലത്തെ ഒരു സ്ട്രോങ് ടീമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ബ്രൂണോയും കാസമീറോയും അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡിനെ ഡോമിനേറ്റ് ചെയ്യാൻ നോർവേക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ പോലും ഹാലൻഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്, നമുക്ക് ഹാലൻഡിന് ഗോൾ അടിക്കാൻ ഒരുപാട് ചാൻസ് വേണമെന്നുണ്ടാവില്ല. കിട്ടുന്ന വളരെ ചെറിയ ചാൻസസ് ഒരു ടൈറ്റ് മാച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ഒറ്റ കൗണ്ടർ അറ്റാക്കിൽ ഹാലൻഡിന് നമ്മൾ പറയുമ്പോൾ അതേപോലെ തന്നെ ഹാലൻഡ് നല്ല പേസുള്ള പ്ലെയറാണ്. ഹാലൻഡിന് പേസ് കൊണ്ട് ഏത് ഡിഫൻഡറെയും ബീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കൊക്കെ വരുമ്പം. അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ട നോർവേ ആയിക്കോളണം എന്നില്ല നമ്മൾ ബ്രസീലിനെതിരെ കാണുന്നത്. ബ്രസീലിനെതിരെ ചിലപ്പോൾ കുറച്ചും കൂടി ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു നോർവേനെ നമുക്ക് കാണാം. ഈ കൗണ്ടർ അറ്റാക്കിൽ ഈ ബോബിനെയും ഹാലൻഡിനെയും ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഈ ഓഡഗാർഡിൻ്റെ ഒരു ഇങ്ങനത്തെ പാസ് റിലേ ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു അറ്റാക്കും ആവാം. എന്തായാലും നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരുപാട് എന്താ പറയുക ഫൈറ്റൊക്കെ കണ്ടതാണ് ഗബ്രിയലും ഹാലൻഡും തമ്മിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു മത്സരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ ബ്രസീലിനായിട്ടുള്ള മത്സരം പറയുമ്പോൾ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് ഓരോ മത്സരത്തിലും അങ്ങനെ പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നൊരു പൊസിഷനാണ്. അതായത് എന്താണ് പിഴവെന്നുള്ളത് കറക്റ്റ് കാർലോ അഞ്ചലോട്ടി മനസ്സിലാക്കുകയും ഗ്രാജുവലി ആ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫസ്റ്റ് മാച്ചിൽ കണ്ട ഒരു മിഡ്ഫീൽഡ് അല്ല അവസാന മാച്ചിൽ ജപ്പാനെതിരെ കണ്ടത്. എന്നിരുന്നാൽ കൂടി ജപ്പാനെ പോലത്തെ ഒരു പേസി ടീമും ആ ഒരു ബ്രസീലിയൻ മിഡ്ഫീൽഡിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ചെറിയ ടൈറ്റ് സ്പേസ് അല്ല, ഒരു വൈഡ് സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വൈഡ് സ്പേസ് പലപാതി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലത്തെ ഒരു സ്പേസിൽ നിന്നാണ് അവർ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് ഒഡഗാർഡിനെ പോലൊരു താരം എങ്ങനെയായിരിക്കും ആ ഒരു ബ്രൂണോ ഗുമേറസ് അതേപോലെ കസമീറോ ഉള്ള ഒരു മിഡ്ഫീൽഡിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരു സാധ്യതകൾ? ഇപ്പോൾ നിലവിലെ ഇപ്പോൾ ബ്രൂണോ ഗിമാരസ് കസമേരോ മാച്ചിൽ നമ്മൾ അവരുടെ മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാൻ ഒരു ട്രാൻസിഷനിൽ നിന്ന് ഡാനിലോട് ഒരു മിസ്പാസാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഒരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വളരെ പേസിലാണ് സാനോ എന്ന് പറഞ്ഞ പ്ലെയർ വന്നിട്ട് ഡാനിലോടെ കയ്യിൽ നിന്ന് ആ ബോൾ എടുത്തു പോകുന്നത്. പിന്നെ അവിടെയുള്ള താരം എന്ന് പറയുന്നത് കസമേരോ ആണ്. കസമേരോ ഡ്യൂട്ടിയാണ്, ശരിയാണ്, ആളെ യെല്ലോ കാർഡിന് ബുക്ക്ഡാണ്. പക്ഷെ അവിടെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പോലും കസമേരോക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കസമേരോയുടെ മിസ്റ്റേക്കിൽ നിന്ന് ആ ഒരു ഗോൾ വന്നു. പക്ഷെ അത് കസമേരോക്ക് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നികത്താനായിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഈ ബ്രൂണോ ഗിമാരസ് കസമേരോ ആ ഒരു സോൺ ഉണ്ടല്ലോ, അതായത് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് സോൺ അല്ലെങ്കിൽ മിഡ് തേർഡിൽ ഒരുപാട് സ്പേസ്. ഇത് ഈ ഒരു മാച്ചിൽ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്, മൊറോക്കോക്കെതിരെയുള്ള മാച്ചിലും നമ്മളിത് വ്യക്തമായിട്ട് കണ്ടതാണ് ആ ഒരു സ്പേസ്. അതുകൊണ്ടാണ് പിന്നീട് ഫാബിനോ കൊണ്ടുവരുന്നതൊക്കെ അതുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് എന്തുകൊണ്ടും ഒഡേഗാർഡിനെ പോലത്തെ ഒരു പ്ലെയറിന്, കാരണം ഈ കസമേരോനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒഡേഗാർഡ് ഒന്നും കൂടെ സ്പീഡിയാണ്, ആൾക്ക് ആ ഒരു റണ്ണ് നടത്താനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ട്. കസമേരോ ആളുടെ പ്രൈം ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുടെ ഒരു ഏജും കാര്യങ്ങളും ആവാം, അന്ന് കണ്ട പോലത്തെ ആ ഒരു ടാക്ലിംഗ് കപ്പാസിറ്റി, നമ്മൾ
പണ്ടൊക്കെ റയൽ മാഡ്രിഡിൽ കണ്ടിരുന്ന ഒരു കസമേരോ ഉണ്ടായിരുന്നു. ഏത് ബോൾ വന്നു കഴിഞ്ഞാലും ഹീസ് ദെയർ കസമേരോ. ആ ഒരു കപ്പാസിറ്റി ഇപ്പോൾ കസമേരോക്ക് ഇല്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒഡേഗാർഡിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിഫെൻസീവ് തേർഡിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗബ്രിയൽ ഹാളൻഡ് ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ഒഡേഗാർഡിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ബ്രസീലിനെ പറ്റി പറയുമ്പോൾ ബ്രസീലിൻ്റെ 2 വിങ് ബാക്കുകൾ, അതായത് ബ്രസീലിനെ ഒന്നും കാര്യമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷനാണ്. ലെഫ്റ്റ് ബാക്ക് നമുക്ക് മാറ്റി നിർത്താം, ലെഫ്റ്റ് ബാക്ക് കാര്യമായി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പറയാം. റൈറ്റ് ബാക്കിൽ കളിക്കുന്ന ഡാനിലോക്ക് ആ ഒരു പൊസിഷനോട് നീതി പുലർത്താൻ പലപ്പോഴും പറ്റിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോർവേയുടെ ഒരു ലെഫ്റ്റ് ഫ്ലാങ്കിൽ കളിച്ചിട്ടുള്ള നൂസ എന്നുള്ള പ്ലെയർ ഈ ഒരു ഡാനിലോ പോലത്തെ താരത്തോട് ഏറ്റുമുട്ടാൻ എത്തുമ്പോൾ അവിടെ ആരായിരിക്കും ഒരു ഡോമിനേഷൻ നേടിയെടുക്കാൻ ചാൻസ്? എന്തായിരിക്കും അവിടെ ഒരു അഡ്വാൻറ്റേജ്? ആർക്കായിരിക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക? നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു ബ്രസീലിൻ്റെ വിങ് ബാക്കുകൾ. നമ്മളെ കഫു, റോബർട്ടോ കാർലോസ് തൊട്ട് ഡാനി ആൽവെസ്, മാർസലോ അതൊക്കെ വെച്ച്. പക്ഷേ ഇപ്പം കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ട് ബ്രസീലിൻ്റെ നമ്മളിപ്പോൾ ഈ സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കി സെൻറ്റർ ബാക്ക് നല്ല എസ്റ്റാബ്ലിഷ് പ്ലെയേഴ്സാണ്. ഇപ്പം മിഡ്ഫീൽഡേഴ്സ് നമ്മളെന്താ പറയുക, കുറച്ച് ക്ലാസ് പ്ലെയേഴ്സാണ്. ഇപ്പം ഫോമിസ് ടെമ്പററി, ക്ലാസസ് പെർമനൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ അറ്റാക്കേഴ്സ് ആണെങ്കിലും വളരെ വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പം റൈറ്റ് ബാക്ക് ഡാനിലോനെ നോക്കിയാൽ ഡാനിലോ കളിച്ചതൊക്കെ വലിയ ക്ലബ്ബിൽ തന്നെയാണ്. പക്ഷേ ഒരു ക്ലബ്ബിലും അങ്ങനെ സെറ്റിൽ ആകുക. അവസാനം യുവൻറ്റസിലാണ് കുറച്ചെങ്കിലും 5-6 വർഷം കളിച്ചത്. അപ്പം ഒരു മിക്കവാറും നോർവേ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഫ്ലാങ്കും അത് തന്നെയാണ്. കാരണം ലെഫ്റ്റിൽ കളിക്കുന്നത് ഡഗ്ലസ് സാൻഡോസ് കുറച്ചും കൂടിയും ഡിഫെൻസീവ്ലി കുറച്ചും കൂടി ഇതായി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഈ റൈറ്റ് ഇതിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഈ വേൾഡ് കപ്പിൽ തന്നെ 1-2 പ്രാവശ്യം നമ്മൾ അവിടെ ഡാനിലോയുടെ മിസ്റ്റേക്കുകൾ കണ്ടിട്ടുണ്ട്, ഡാനിലോൻ്റെ ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ബ്രസീലിൽ ഇതിലും ബെറ്റർ ഒരു റൈറ്റ് ബാക്ക് ഇല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതം തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഈ ലാസ്റ്റ്ലി സോർലോത്തിൻ്റെ കേസ് കൂടി നമ്മൾ പറയണം. കാരണം സോർലോത്ത് എന്നുള്ള പ്ലെയർ ഒരു പ്യൂർ സ്ട്രൈക്കറാണ്. അതായത് മറ്റൊരു എർലിംഗ് ഹാലൻഡിനെ പോലെ കൃത്യമായി ബോളുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ സോർലോത്തിനെ നോർവേ യൂസ് ചെയ്യുന്നത് റൈറ്റ് വിങ്ങറായിട്ടാണ്. അത് പലപ്പോഴും ആ ഒരു വിങ്ങിലെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ആ ഒരു ആൾക്ക് കാര്യമായി മൂവ്മെൻറ്റ്സ് എടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു ഫ്ലാങ്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലുപരി മറ്റൊരു താരത്തെ പരീക്ഷിക്കാൻ ഒഡെഗാർഡിനെ പോലെ ഒഡെഗാർഡ് പലപ്പോഴും റൈറ്റിലേക്കൂടെ ഓവർലാപ്പ് ചെയ്ത് കയറി നമ്മൾ കാണുന്നത്. അപ്പോൾ ഒഡെഗാർഡിനെ പോലെ ഒരു താരത്തെ റൈറ്റിൽ പരീക്ഷിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ബ്രസീലിലെ ലെഫ്റ്റ് വിങ്ങിനെ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒഡേഗാർഡിനെ പോലത്തെ ഒരു പ്ലെയറിനെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ലെഫ്റ്റ് വിങ്ങിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സൊർലോത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾ ഈ ഹാളൻഡിനെ പോലത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്കറാണ്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് ഒരു ഫേക്ക് ബോഡി മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ ആളുകളെയാണ് നമുക്ക് പലപ്പോഴും ഫ്ലാങ്കിൽ വേണ്ടത്, ഒരു 1v1 സിറ്റുവേഷൻ ഡീൽ ചെയ്യാനും. പക്ഷേ സൊർലോത്തിനെ പോലത്തെ ഒരു പ്ലെയർ ഒരു ടാപ്പിൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കർ റോള് വ്യക്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലാണ് സൊർലോത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ ലെഫ്റ്റ് വിങ്ങിൽ മറുവശത്ത് അവിടെ ഉള്ള താരങ്ങളെന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിനെ പോലത്തെയും പിന്നെ ഡാനിലോനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബെറ്ററായി നിൽക്കുന്ന ഡഗ്ലസ് സാൻഡോസിനെ പോലത്തെ പ്ലെയേഴ്സാണ് ലെഫ്റ്റ് വിങ്ങിലുള്ളത്. അപ്പോൾ ആ ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നു സൊർലോത്ത് വരുമ്പം മേ ബി സൊർലോത്ത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആയേക്കാം. കാരണം ഞാൻ കഴിഞ്ഞ ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ ഞാൻ പറഞ്ഞതാണ്, ബ്രസീലിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സൈഡ് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. പക്ഷെ അവർക്ക് ഏറ്റവും ഡിസഡ്വാൻറ്റേജ് വരാൻ ചാൻസ് ഉള്ളതും ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. കാരണം അവർ നന്നായിട്ട് ഈ ഡഗ്ലസ് സാൻഡോസ് ഡിഫെൻസീവ്ലി ഓക്കെ ആണെങ്കിൽ കൂടിയും വിനീഷ്യസ് ജൂനിയറും ഡഗ്ലസ് സാൻഡോസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡഗ്ലസ് സാൻഡോസും ഒന്നും കൂടെ കയറി കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കളിക്കുന്ന ടൈമിൽ അവിടെ ആ ഒരു സ്പേസ് ഫ്രീ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഈ ഒരു 1v1 സിറ്റുവേഷനുള്ള ചാൻസ് കുറവായിരിക്കും. അവിടെ ഒന്നും കൂടെ ഒരു സ്പേസ് വോയിഡായിട്ട് കിടക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ സൊർലോത്ത് കുറച്ചും കൂടെ ആ ഒരു സ്പീഡ് യൂസ് ചെയ്തിട്ട് ആൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സൊർലോത്ത് തന്നെ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പക്ഷേ ഐവറി കോസ്റ്റിനെതിരെയുള്ള മത്സരം വന്നപ്പോൾ നമ്മൾ സൊർലോത്തിൻ്റെ അടുത്ത് നിന്ന് അത്ര പ്രൊഡക്ടിവിറ്റി കണ്ടിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, ഐവറി കോസ്റ്റ് അവർ സെറ്റ് ചെയ്ത ഒരു 3-man ട്രാപ്പായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഫ്ലാങ്കിലും റൈറ്റ് ഫ്ലാങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണോ കാരണം ഹാളൻഡിന് ബോൾ സപ്ലൈ ചെയ്യാൻ ചാൻസ് ഉള്ളത് നുസ, സൊർലോത്ത് അതുപോലെ തന്നെ ഒഡേഗാർഡ് ഈ പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരിൽ എപ്പോഴൊക്കെ ഫ്ലാങ്കിൽ മാക്സിമം അവരെ ആ ഒരു ടച്ച് ലൈൻ്റെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരു ഐവറി കോസ്റ്റിനെ കണ്ട്, ഫോഴ്സ് ചെയ്യുക മാത്രമല്ല അത് ആ ബോളിനെ ഒരു ഓവർലോഡ് ചെയ്തിട്ട് അത് നേടിയെടുക്കുന്ന ഒരു ഐവറി കോസ്റ്റിനും കൂടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സൊർലോത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് ദ ഗ്യാപ്പ് ഇസ് വോയ്ഡ് ഓവർ ദെയർ, അവിടെ ഒരുപാട് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ലെറ്റ് സീ എനിവേ. നമുക്ക് ഒരിക്കലും ഒരു പ്ലെയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫൈനലി നമുക്ക് ബ്രസീലിൻ്റെ ഒരു ഒറ്റ കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ബ്രസീൽ നിരയിൽ ലൂക്കാസ് പാക്കേറ്റ് എന്നുള്ള പ്ലെയർ ത്രൂ ഔട്ട് 4 മാച്ചിലും സ്റ്റാർട്ടറായിട്ട് കളിച്ച് ആ ഒരു കൃത്യമായ ഒരു നമ്പർ 10 എന്നുള്ള പൊസിഷൻ കളിച്ച ഒരു താരമായിരുന്നു.
താരം അടുത്ത മത്സരം കളിക്കില്ല എന്നുള്ളതാണ്, പരിക്ക് കാരണം കളിക്കില്ല എന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ ആരായിരിക്കും ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത? നെയ്മറിനെ ഒരു സ്റ്റാർട്ടിംഗ് ഓപ്ഷനായിട്ട് പരിഗണിക്കുമോ, അതോ കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയ പോലെ കുഞ്ഞിയെ പിന്നിലേക്ക് പിൻവലിച്ചിട്ട് ഇറക്കി കളിച്ച് മുന്നിൽ എൻട്രിക്കിനെ പോലെയോ അല്ലെങ്കിൽ ഇഗോർ തിയാഗോ, ലൂയിസ് എൻട്രിക്ക് പോലെ ഒരുപാട് യങ് അറ്റാക്കേഴ്സ് ഉണ്ട്, അവരെ അല്ലെങ്കിൽ പരീക്ഷിക്കുമോ? എന്തായിരിക്കും അവിടെ ആ ഒരു പൊസിഷൻ എങ്ങനെയായിരിക്കും കാർലോ അൻചെലോട്ടി കവർ ചെയ്യുക? നെയ്മർ സ്റ്റാർട്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം നെയ്മർ അങ്ങനെ ഒരു ഈ കുറച്ചുകൂടി റെഡി ആയിരുന്നെങ്കിൽ ഒരിക്കലും കഴിഞ്ഞ കളി 90 മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നെയ്മർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുപോലൊരു ഇൻറ്റൻസിറ്റി കൂടിയ മാച്ചിൽ നെയ്മറിന് സ്റ്റാർട്ട് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. മോസ്റ്റ് പ്രോബബ്ലി പെക്വറ്റർ ഇപ്പോഴും കൺഫേം ആയിട്ട് കൺഫേംഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട പോലെ എൻട്രിക്കിന്, കാരണം എൻട്രിക്ക് കഴിഞ്ഞ കളി വളരെ ഇമ്പ്രസീവ് ആയിരുന്നു ഇറങ്ങിയതിന് ശേഷം. പിന്നെ കുഞ്ഞെ നമുക്കറിയാം, കുഞ്ഞെ നമുക്ക് ഒരിക്കലും ഒരു നമ്പർ 9 ആയിട്ട് അവിടെ നിൽക്കുന്ന പ്ലെയർ അല്ല. ഇറങ്ങി കളിച്ച് അതെ, മിഡ്ഫീൽഡേഴ്സും ഫ്രണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയ പ്ലെയറാണ്. പിന്നെ ഇന്ന് കഴിഞ്ഞ കളിയാണെങ്കിൽ റയാൻ നല്ല കളിയായിരുന്നു. അപ്പോൾ റയാൻ എന്തായാലും നമ്മൾ റൈറ്റ് വിങ്ങിൽ നിന്ന് മാറ്റൂല. അപ്പം ഈ ഒരു കുഞ്ഞ നമ്പർ 10 ഇറങ്ങിയിട്ട് ഹെൻഡ്രിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്.